മിഥുനെ, ഹർഷിനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നീ കൂടെ പോയി വാങ്ങിച്ചു കൊടുത്താൽ മതി. അതല്ലാതെ ചോദിച്ച കാശ് കൈ കൊടുത്താ അത് അവൾക്ക് തന്നെയാണ് കേട്. എന്താ മോളെ, ഇവരുടെ പ്രശ്നത്തിനിടയ്ക്ക് നിനക്ക് ഷോപ്പിങ്ങിനുള്ള പൈസ കിട്ടില്ലെന്ന് വിഷമം ഒന്നും വേണ്ട കേട്ടോ. മിഥുൻ നിനക്കുള്ള കാശ് എന്തായാലും തരും. മോളെ സങ്കടപ്പെടാതെ വാ. ഹർഷിനി, നിനക്ക് എപ്പോഴാ ഷോപ്പിങ്ങിന് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഞാനും നിന്റെ കൂടെ വന്നോളാം. ഓക്കെ? ഹർഷിനി, നിന്റെ ആനന്ദത്തെ അണക്കെട്ടി നിർത്താൻ വേണ്ടിയോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ നാണം കെടുത്താനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ ശീലങ്ങളും ആവശ്യങ്ങളും എന്താണെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാ എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. നിന്നെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തിയതും അതുകൊണ്ട് തന്നെയാണ് ഹർഷിനി. നിന്റെ നല്ലതിനു വേണ്ടി ഞാൻ ചെയ്തേ. അതിന് എന്നെ നിയന്ത്രിച്ച് നിർത്താനും സ്വഭാവം നന്നാക്കാനും ഒക്കെ നിന്നെ ആരെ ഏൽപ്പിച്ചത്? ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് നല്ല പിള്ള ചമയം നോക്കണ്ട. അത് എന്റെ അടുത്ത് ചെലവാകില്ല. നീ ജന അടുക്കളയിൽ വല്ല പണിയുണ്ടോന്ന് നോക്ക്. ഹർഷിണി, തൽക്കാലം നീ ഒന്ന് ക്ഷമിക്ക്. അവളുടെ വിനാശത്തിനാ ഇങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ കയറി ഇടപെടുന്ന. ഇന്നല്ലെങ്കിൽ നാളെ അവളെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ നമുക്കും ഒരു അവസരം കിട്ടും. ശരിയാണ് ഹർഷിണി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് വെറും കൈയോടെ ഇറങ്ങിപ്പോവേണ്ടവളുടെ പേരിൽ നമ്മൾ ടെൻഷൻ അടിക്കണോ? ഒരു 10 മാസം, അത് കഴിഞ്ഞ് അവള് നമ്മളുടെ ലോകത്തുണ്ടാവില്ല. മിഥുനെ ഓർത്ത് കുറച്ചു നാളത്തേക്ക് അവളെ സഹിച്ചേ പറ്റൂ, അത്ര തന്നെ. അത് കഴിഞ്ഞ എല്ലാം മാറുമല്ലോ. പിന്നെല്ലാം നമ്മുടെ കയ്യില. പിന്നൊരിക്കലും നന്ദൻ ഫാമിലിയിൽ കാലുകുത്താൻ നമ്മൾ അവളെ അനുവദിക്കില്ല. ഈ 10 മാസങ്ങൾ ഒന്ന് കടിച്ചു പിടിച്ച് നിൽക്ക്. ഓക്കെ മോളെ? എന്താ മേഘനെ? എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഹർഷിനി പറഞ്ഞതോർത്ത് വിഷമിച്ചിരിക്കുകയാണോ? ആണേട്ടാ, എനിക്ക് വിഷമമുണ്ട്. അത് ഹർഷിനി പറഞ്ഞതൊന്നും ഓർത്തിട്ടല്ല. അവളുടെ കാര്യത്തിൽ ഏട്ടന്റെ ഉത്തരവാദിത്തമില്ലായ്മ കണ്ടിട്ടാ. അതിനിപ്പോ ഞാനെന്താ ചെയ്തേ? എല്ലാത്തിനും കാരണം മിഥുനേട്ടനാ. വിശക്കുന്ന നേരത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാ അത് ദേഹത്ത് പിടിക്കും. അതിനു പകരം നമുക്ക് യഥേഷ്ടം ഉണ്ടല്ലോ എന്ന് കരുതി എപ്പോഴും കഴിക്കുകയാണെങ്കിലോ അത് തിരിച്ച് സമ്മാനിക്കുന്നത് എന്തായിരിക്കും? അസുഖങ്ങൾ മാത്രമല്ലേ? ഞാൻ രണ്ടാമത് പറഞ്ഞതാ ഏട്ടൻ ഇപ്പൊ ചെയ്യുന്ന. സഞ്ജനയും ഹർഷിണിയും ഏകദേശം ഒരേ പ്രായത്തിലുള്ള പെൺകുട്ടികളാണല്ലോ. സഞ്ജന ഷോപ്പിങ്ങിന് വേണ്ടി 10,000 ചോദിച്ചത് നമുക്ക് ന്യായീകരിക്കാനാവും. പക്ഷെ അതേ പ്രായമുള്ള ഹർഷിണി ഷോപ്പിങ്ങിനാണെന്നും പറഞ്ഞ് 1,00,000 രൂപ ചോദിച്ചപ്പോ തന്നെ ഏട്ടൻ അതിലെ പന്തികേട് മനസ്സിലാക്കണ്ടായിരുന്നോ? പണം എന്ന് പറയുന്നത് പിശാചാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പണം കയ്യിലുള്ളപ്പോ അത് നമ്മൾ അത്യാവശ്യത്തിന് മാത്രം എടുക്കും. മറിച്ച് ആവശ്യത്തിലധികം നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പ്രായത്തിലെ പെൺകുട്ടികളെ അത് വഴി തെറ്റിക്കുവേട്ടാ. ഞാനപ്പോ അവൾക്കെന്തെങ്കിലും ആവശ്യം കാണുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അല്ലാതെ അതവളെ വഴിതെറ്റിക്കുന്നോ വേണ്ടാത്ത പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നോ ഒട്ടും ഞാൻ ചിന്തിച്ചില്ല.
നമ്മളതൊക്കെ ചിന്തിക്കണം. സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന പ്രായവും നിറങ്ങളിൽ പൊതിഞ്ഞ ലോകവും ആ കുട്ടികളുടെ കണ്ണുകൾ മറയ്ക്കും. പതുങ്ങിയിരിക്കുന്ന അപകടം അവർ തിരിച്ചറിയില്ല. ആവശ്യത്തിൽ കവിഞ്ഞ് കാശും കയ്യിലെത്തുമ്പോ അത് തന്നെ അവരെ ആ അപകടത്തിന് മുന്നിൽ കൊണ്ടു ചെന്നിടും. പിന്നെ ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് എന്തൊക്കെയാ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ മേഘനെ? അത് എന്നെ പോലെ ഏട്ടന്. വലിയ വലിയ ബിസിനസ് നോക്കി നടത്തിക്കൊണ്ട് എത്രയോ പേരെ ദിവസവും കാണുന്നയാൾക്ക് ഇതൊക്കെ വലിയ കാര്യമാണോ ഏട്ടാ? ഒരു പ്രൊജക്ട് കയ്യിലെത്തുമ്പോ അതിന്റെ ബഡ്ജറ്റ് എന്താണെന്നും എത്ര ചെലവാക്കണമെന്നും റിട്ടേൺസ് എന്ത് കിട്ടുമെന്നും ഒക്കെ തീരുമാനിച്ചിട്ടല്ലേ ഇറങ്ങാറുള്ളൂ. അതിലൊരു ശതമാനമെങ്കിലും കുടുംബത്തിലുള്ളവരെ കുറിച്ച് കൂടി ചിന്തിച്ചാ അത് മതിയാവും. ഹർഷിണിയോ സഞ്ജനയോ വന്ന് പണം ചോദിക്കുമ്പോ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ആവശ്യങ്ങൾക്ക് എന്തുമാത്രം ചെലവ് വരും, സത്യത്തിൽ ആ ആവശ്യങ്ങളെല്ലാം ശരിയായ ആവശ്യങ്ങളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാ തന്നെ എല്ലാം മനസ്സിലാവും. നീ പറയുന്നത് ശരിയാണ് മേഘനെ. ബിസിനസ് കാര്യങ്ങളിൽ മുഴുകിയപ്പോ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, മനസ്സിലേക്ക് വന്നുമില്ല. ഇപ്പൊ നീ പറഞ്ഞതുകൊണ്ട് ഇനി മുതൽ അതും ശ്രദ്ധിച്ചോളാം. എന്നാ ശരി, ഞാൻ ഓഫീസിലേക്ക് പോവാ. ഉം. ഏട്ടാ, എന്താ പറ്റിയേ? നിന്റെ ഇത്തരത്തിലുള്ള ചിന്തകളും നിന്റെ പ്രവൃത്തികളും കാണുമ്പോൾ ഓരോ ദിവസവും നിന്നോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും, മറ്റു ചിലത് ഇഷ്ടപ്പെടാതെയും വരും. പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നീ ചെയ്യുന്ന ഓരോന്നും എനിക്കിഷ്ടമാണ് മേഘനെ. ചിലപ്പോൾ നിന്നോടുള്ള സ്നേഹം അണപ്പൊട്ടി ഒഴുകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ നാണിക്കുന്നേ? ഏതൊരു ഭാര്യയും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇതല്ലേ ഏട്ടാ? ഭർത്താവിന് നമ്മളെ ഇഷ്ടപ്പെടണം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയാ മിഥുനേട്ടാ. ഭാഗ്യദേവതയാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് എന്തെങ്കിലും നിനക്ക് വാങ്ങിത്തരണമെന്നുണ്ട്. നീയാണെങ്കിൽ ഒന്നും ചോദിക്കുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? മിഥുനേട്ടൻ ഷോപ്പ് ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് ഏട്ടന്റെ കൂടെ ഒരു പെണ്ണ് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അവള് മിഥുനേട്ടന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഫേസ് മാത്രം കാണാൻ പറ്റിയിരുന്നില്ല. സ്വന്തം ഭർത്താവ് തന്നെ മാത്രം സ്നേഹിക്കണമെന്നാ ലോകത്ത് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നതെന്ന് മിഥുനേട്ടൻ അറിയാലോ. തന്റെ ഭർത്താവ് ഒരിക്കലും മറ്റൊരു സ്ത്രീയെ നോക്കുക പോലും ചെയ്യരുതെന്ന് അവൾ ആഗ്രഹിക്കും. വേറൊരു സ്ത്രീയുടെ മേൽ അവന്റെ വിരലിന്റെ തുമ്പ് പോലും തൊടരുതെന്ന് അവൾ ആഗ്രഹിക്കും. ഏട്ടൻ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതല്ല, എന്നാലും ഒരു ഭാര്യയായിട്ട് ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ഒരു കാര്യം മാത്രം മതി എനിക്ക്. മറ്റൊന്നും എനിക്ക് വേണ്ട. ഐ ലവ് യു മിഥുൻ. ഐ ലവ് യു ടു മഞ്ജരി. ഒരു കാര്യം ഞാൻ മനസ്സിൽ തൊട്ട് പറയട്ടെ. ഈ ജന്മത്തിൽ ഒരാളെ ഞാൻ സ്നേഹിക്കുന്നതും ജീവിത സഖിയായി കൂടെ കൂട്ടാൻ പോകുന്നതും നിന്നെ മാത്രം. ആ മേഘന് കാരണം നമ്മള് പിരിയേണ്ടി വരുമെന്നുള്ളതാ എന്റെ ഏറ്റവും വലിയ പേടി. നമുക്കിടയിലേക്ക് മറ്റൊരാൾ വരില്ല, അതിനനുവദിക്കില്ല. ശരി മേഘനെ, ഓഫീസിലേക്ക് പോകാൻ വൈകി. ആ ജ്വല്ലറി ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ആരെയാണെന്ന് പറയുന്നു കരുതി. പക്ഷെ ആൾ അപ്പ തന്നെ സ്ഥലം വിട്ട് കളഞ്ഞല്ലോ. ഞാൻ വീട്ടിലേക്ക് വരുമോ മോം?
വിത്ത് എ ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസോ? എന്താ അത്രയ്ക്ക് വലിയ ഗുഡ് ന്യൂസ്? നാളെ ഒരു നാൾ മിഥുനെയും മേഘനയും തമ്മിൽ എന്നേക്കുമായി വേർപെടുത്താൻ ഒരു പ്രധാനപ്പെട്ട ലീഗൽ പ്രൂഫ് നമ്മുടെ അടുത്തുണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ മോം? അത് ഞാൻ നേടിയെടുത്തു. അവർക്കുള്ള ഡിവോഴ്സ് പേപ്പേഴ്സിൽ ഞാൻ മിഥുനെ കൊണ്ടും മേഘനെ കൊണ്ടും സൈൻ ചെയ്യിച്ചു. ഓ വാവ്, നീ പറയുന്ന സത്യമാണോ? യെസ് മോം. മിഥുന്റെ കാര്യം ഓക്കെ, നീ ചോദിച്ചത് വലിയ കാര്യമാക്കാണ്ട് നിനക്ക് വേണ്ടി സൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. പക്ഷേ മേഘനയെ കൊണ്ട് നീ എങ്ങനെ അതിൽ സൈൻ ചെയ്യിപ്പിച്ചേ? ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ അതിനുള്ള വഴിയും തെളിഞ്ഞു കിട്ടുമല്ലോ. ഓ മിഥുന് ചെറിയൊരു പണി കൊടുത്ത് അതിനുള്ള മാർഗം ഞാൻ കണ്ടെത്തി. ഓക്കെ മോം, ഞാൻ വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഹാ, എന്തായാലും നന്നായി. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇപ്പൊ സന്തോഷായില്ലേ? അത് പിന്നെ പറയാനുണ്ട് മോം. അല്ലായിരുന്നെങ്കിൽ ആ മേഘൻ ഇവിടെ തന്നെ വേരുറപ്പിച്ച് കളയുന്നുള്ള ഇൻസെക്യൂരിറ്റി എനിക്കെന്നും പേടി സ്വപ്നമായേനെ. അതെന്റെ സമാധാനം നശിപ്പിച്ചേനെ. ഇപ്പൊ കഥ മാറി. ഇനി എന്ത് വന്നാലും അവരെ തമ്മിൽ വേർപെടുത്താമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ആയി മോം. ഗുഡ്. എന്നാ പിന്നെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ഓക്കെ മോം, സീ യു. ബൈ. മിഥുൻ എവിടെ? എന്താ മോം? ഇതെന്താന്ന് നിനക്കറിയാമോ? ഡിവോഴ്സ് പേപ്പേഴ്സ്.
മേഘന നിന്റെ ജീവന്റെ രക്ഷാകവചമാണ്. നിന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ തടഞ്ഞു നിർത്താനുള്ള മതിൽക്കെട്ടാണവൾ. മേഘനയെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള ചിന്തകൾ പോലും വരുന്ന 10 മാസങ്ങൾ കഴിഞ്ഞു മാത്രം മതി. അതിനു മുമ്പ് ഈ ഡിവോഴ്സ് പേപ്പറിൽ ആര് നിർബന്ധിച്ചിട്ട് നീ സൈൻ ചെയ്തു കൊടുത്തത്? മിഥുൻ, ഞാൻ നിന്നോടാ ചോദിച്ചത്. 10 മാസം കഴിഞ്ഞ് ചിന്തിക്കേണ്ട കാര്യം ഇപ്പോഴെന്തിനു ചെയ്തു? അത് പിന്നെ മോം, 10 മാസം കഴിഞ്ഞ് ഞാൻ മേഘനയെ ഉപേക്ഷിക്കുമെന്ന് മഞ്ജരിക്കൊരു ഉറപ്പുണ്ടാവാൻ വേണ്ടിയാ ഇതിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തേ. ഒരു കാര്യം പറഞ്ഞേക്കാം, വിശ്വാസം നീയും മിഥുനും തമ്മിലുള്ള സ്നേഹത്തിലാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ ഡിവോഴ്സ് പേപ്പേഴ്സിലല്ല. മിഥുനും മേഘനയും തമ്മിൽ വേർപിരിയില്ല എന്നുള്ളൊരു ചിന്ത നിനക്ക് എങ്ങനെയുണ്ടായി മഞ്ജരി? എന്ന് ചോദിച്ചാ എനിക്കങ്ങനെ തോന്നി. ഈ പേപ്പേഴ്സിൽ മേഘനയും സൈൻ ചെയ്തിട്ടുണ്ടല്ലോ മഞ്ജരി, അതെങ്ങനെ നീ സംഘടിപ്പിച്ചു? മേഘനയോട് കാര്യം പറയാതെ തന്നെ ഒരു ചെറിയ നുണ പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് സൈൻ ചെയ്യിച്ചതാ ആന്റി. എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? ഇതിന്റെയൊക്കെ എന്ത് ആവശ്യം ഉണ്ടായിട്ടിപ്പോ? അതല്ല ആന്റി, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. നീ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കിയതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു കരുതണ്ട. മിഥുൻ നിന്നെ ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം ഫ്യൂച്ചറിൽ ഈ വീട്ടിലെ മരുമോള് നീ ആയിരിക്കും. പക്ഷെ തൽക്കാലം മിഥുൻ മേഘനയുടെ കഴുത്തിലെ താലി കെട്ടിയതുകൊണ്ട് തന്നെ മേഘനയാണ് ഈ വീട്ടിലെ മരുമകള്. മിഥുന്റെ ജാതക ദോഷങ്ങളെല്ലാം അകന്നു പോകുന്നതുവരെ ഈ വീട്ടിലെ മരുമകളുടെ സ്ഥാനം മേഘനയുടേതാ. മിഥുന്റെ ജാതക ദോഷങ്ങൾ നീങ്ങിക്കിട്ടുന്നത് വരെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മേഘന അറിയാനും പാടില്ല. ഞാനിത് നേരത്തെ നിന്നോട് പറഞ്ഞതാ. അറിഞ്ഞുകൊണ്ട് എന്ത് കേടിനാ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ഐ എം സോറി ആന്റി. പറഞ്ഞ സമയം തീരുമ്പോ മേഘന വല്ല പ്രശ്നം ഉണ്ടാക്കി മിഥുനെ ഉപേക്ഷിച്ച് പോവില്ലെന്ന് പറഞ്ഞ ആ സമയത്ത് ഈ പേപ്പേഴ്സ് പ്രയോജനപ്പെടുമെന്ന് ഒരു മുൻവിചാരത്തോടു കൂടിയ സേഫ്റ്റിക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചത്. ഇതിന് മുൻവിചാരമെന്നല്ല പറയേണ്ടത്, ദുർവിചാരം. അങ്ങനെയൊന്നുമല്ല ആന്റി. നാളെ എനിക്കൊരു പിടിവള്ളി വേണ്ടെന്ന് മാത്രമേ കരുതിയുള്ളൂ. എന്താ മിഥുൻ, നീ എന്താ ഒന്നും പറയട്ടെ? ഞാനിനി എന്തോന്നാ പറയണ്ടേ? നിനക്ക് വിശ്വാസം വരുത്താൻ വേണ്ടി ഞാൻ സൈൻ ചെയ്തു തന്നെ. പക്ഷെ ഇങ്ങനെ മേഘനയെ ചതിച്ച് അവളിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും എഗ്രി ചെയ്യില്ല. I never expected this from you. ഒരിക്കൽ കൂടി പറയാ, ശ്രദ്ധിച്ചു കേട്ടോ മഞ്ജരി. മിഥുന്റെ ജാതകത്തിലുള്ള ദോഷങ്ങളെക്കുറിച്ച് മേഘന അറിഞ്ഞാലോ, ഇനി മിഥുനോടുള്ള സ്നേഹത്തിൽ ഒരല്പമെങ്കിലും ചോർച്ചയുണ്ടായാലോ, മേഘനയുടെ ജാതകത്തിന്റെ പ്രഭാവം മിഥുന് കിട്ടില്ല. അത് മിഥുന്റെ ജീവന് തന്നെ അപകടം. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇത് നിന്റെ മനസ്സിലുണ്ടായിരിക്കട്ടെ. വീണ്ടും നീ ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചു എന്നറിഞ്ഞ ഞാനത് സഹിക്കോ ക്ഷമിക്കോ ഇല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മഞ്ജരി?
ഐ എം വെരി സോറി മോം. മഞ്ജരിയുടെ പേരിലും ഞാൻ മാപ്പ് ചോദിക്കുക. ഇത്തരം കാര്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യാതെ ഞാൻ നോക്കിക്കൊള്ളാം മോം. ദാറ്റ്സ് ഓക്കെ. സോറി മോം, ഞാൻ ഓഫീസിലേക്ക് പോവാ. ഇതെന്താ അമ്മേ, ഡിവോഴ്സ് അഗ്രിമെന്റ് എന്ന് എഴുതിയിരിക്കുന്നേ? നമ്മുടെ വീട്ടിൽ ആരാ വിവാഹമോചനത്തിന് അപ്ലൈ ചെയ്തിരിക്കുന്നേ? മേഘനെ, ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അധികം ആലോചിക്കാതിരിക്കുന്നതാ നല്ലത്. നിന്റെ കയ്യിലെ കടലാസ് കഷ്ണത്തിന് ഇപ്പോൾ ഒരു വിലയുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നതിലും യാതൊരു കാര്യമില്ല. മനസ്സിലായല്ലോ? ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് ഞങ്ങൾക്ക് ഡോക്ടർ സുദർശനന്റെ വീട്ടിലെ ലഞ്ച് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഒന്നും കുക്ക് ചെയ്യണ്ട. അങ്ങനെ ആയിക്കോട്ടെ അമ്മേ. മോളെ മേഘനെ, മേഘനെ, ആ എന്തിനാ അച്ഛമ്മ വിളിച്ചേ? എന്റെ സാരി എങ്ങനെയുണ്ട് മോളെ? ഈ സാരി ഫംഗ്ഷൻ എടുപ്പുണ്ടാവോ? അച്ഛമ്മയ്ക്ക് എന്താ കുറവ്? പഴയ കാലത്തെ ഹീറോയിനെ പോലെ ഇപ്പോഴും അച്ഛമ്മയ്ക്ക് 7 അഴകല്ലേ? അങ്ങനെ പറയടി എന്റെ പൊന്നു മോളെ. നീ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എന്റെ കോൺഫിഡൻസ് ലെവൽ 2 ഇരട്ടി കൂടുന്നുണ്ട്. അറിയോ നിനക്ക്? ഞാനൊന്നും പറയാതിരുന്നാലും അച്ഛമ്മ സൂപ്പർ കോൺഫിഡന്റ് അല്ലേ? അത് ശരി, അമ്മ റെഡിയായോ? അതെന്താടാ ജയ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം പോയാ മതിയോ? നീ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണല്ലോ. എന്നെ കണ്ടു പഠിക്കേ. എത്ര പെട്ടെന്നാ റെഡിയായേ? അമ്മ ഇപ്പൊ റെഡിയായെങ്കിൽ വെളുപ്പാങ്കാലത്തെ തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങള് കണ്ടില്ലല്ലോ. നീ എന്താടാ ഈ ഇടയായിട്ട് ആ വിവേകിനെ പോലെ എന്നെ കളിയാക്കുന്നേ? അവൻ എപ്പോഴും അങ്ങനെ. എന്നോട് കുഞ്ഞു കളിക്കാനേ നേരമുള്ളൂ. ഇപ്പൊ വിവേക് ഇവിടെ ഇല്ലല്ലോ അമ്മേ, അതുകൊണ്ടാ അതിന്റെ കുറവ് ഞാൻ നികത്തുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. അതിരിക്കട്ടെ, അരുണിമയെ കാണുന്നില്ലല്ലോ. അവൾ ഒരുങ്ങിയില്ലേ? അത് ശരി, എല്ലാവരും റെഡിയായി എത്തിയല്ലേ? എന്നാ ഇറങ്ങിയാലോ? ചേച്ചിയെ കാത്തു നിൽക്കായിരുന്നു. ചേച്ചി ഓക്കെ ആണേ നമുക്ക് ഇറങ്ങാം. എന്നാ വാ, ഡ്രൈവറെ വിളിച്ചോളൂ. അമിത് സിംഗേ, അമിത് സിംഗേ, बोलिए मैडम. കാർ റെഡിയാണോ? जी मैडम. എന്റെ പഞ്ചാര പാലുമിട്ടായി, ആ കാറിൽ നിന്നെ മാത്രം ഇരുത്തിക്കൊണ്ടുപോകുന്ന ഒരു കാലം എപ്പോഴാ വരിക?